प्रणाम। जयो राधा माधवा, जयो बिहारी, जयो राधा माधवा, जयो कुंज बिहारी, जय गोपी जन वल्लभा, जयो गिरिवरधारी, जयो गिरिवरधारी, जय गोपी जन वल्लभा, जयो गिरिवरधारी, जयो गिरिवरधारी, जयो यशोधनन्दना, जयो ब्रजनरञ्जना, जयो यशोधनन्दना, जयो ब्रजनरञ्जना, जयो यमुनतीरवनचारी, जयो कुञ्ज बिहारी, जयो यमुनतीरवनचारी, जयो कुञ्ज बिहारी। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्णा हरे हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे जयो राधा नीला माधव राधा नीला माधव राधे, जयो राधा नीला माधव नीला माधव राधे, जय रुक्मणी देवी जयो दोरा गधी, रुक्मणी देवी जयो दोरा गधी, जय रुक्मणी देवी जयो दोरा गधी, रुक्मणी देवी जयो दोरा गधी, जय जगन्नाथ जय जगन्नाथ, बलदेवा जय सुभद्रा माई, जय जगन्नाथ जय जगन्नाथ, बलदेवा जय सुभद्रा माई, जय कृष्ण बलराम जय कृष्ण बलराम, कृष्ण बलराम जय कृष्ण बलराम, जय कृष्ण बलराम जय कृष्ण बलराम, कृष्ण बलराम जय कृष्ण बलराम, जय गौरानिताय जय गौरानिताय, गौरानिताय जय गौरानिताय, जय गौरानिताय जय गौरानिताय, गौरानिताय जय गौरानिताय, जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद, जय जय प्रभुपाद प्रभुपाद, प्रभुपाद जय जय प्रभुपाद, जय जय गुरुदेव गुरुदेव, गुरुदेव जय जय गुरुदेव, जय जय गुरुदेव गुरुदेव, गुरुदेव जय जय गुरुदेव। हरिनाम संकीर्तन महायज्ञ की, भगवत गीता भागवतम पढ़ने यज्ञ की जय, श्रीला प्रभुपाद की जय, श्री गुरुदेव की गौर ब्रह्मानंदे हरि बोल। ओम नमो भगवते वासुदेवाय। ओम
നമോ ഭഗവതേ വാസുദേവായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഭഗവത് ഭഗവത് ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിലാണ് വന്നു നിൽക്കുന്നത്. 16-ാമത്തെ ശ്ലോകം മുതൽ 16, 17, 18 എന്നിങ്ങനെ 3 ശ്ലോകമാണ് ശ്രീല പ്രഭുപാദർ ഒരുമിച്ച് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് 3 ശ്ലോകമാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ശ്ലോകം പറയാം, ഭക്തമാരേറ്റ് പറയുക. ആനന്ദ വിജയം രാജാ, ആനന്ദ വിജയം രാജാ, കുന്തി പുത്രോ യുധിഷ്ഠിരഃ, കുന്തി പുത്രോ യുധിഷ്ഠിരഃ, നകുലഃ സഹദേവശ്ച, നകുലഃ സഹദേവശ്ച, സുഘോഷോ മണിപുഷ്പകോ, സുഘോഷോ മണിപുഷ്പകോ, കാശ്യശ്ച പരമോ ശോഷാ, കാശ്യശ്ച പരമേശാ, ശിഖണ്ഡി ച മഹാരഥാ, ശിഖണ്ഡി ച മഹാരഥാ, ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച, ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച, സാത്യകീ ച പരാജിതഃ, സാത്യകീ ച പരാജിതഃ, ദ്രുപദോ ദ്രൗപദേയാ ച, ദ്രുപദോ ദ്രൗപദേയാ ച, സർവശ പൃഥിവീ വിപദേ, സർവശ പൃഥിവീപദേ, സൗഭദ്രശ്ച മഹാബാഹോ, സൗഭദ്രശ്ച മഹാബാഹോ, ശംഖം ദദ്മോ പൃഥക് പൃഥക്, ശംഖം ദദ്മോ പൃഥക് പൃഥക്, ആനന്ദ വിജയം രാജാ, കുന്തി പുത്രോ യുധിഷ്ഠിരഃ, നകുലഃ സഹദേവശ്ച, സുഘോഷോ മണിപുഷ്പകോ, കാശ്യശ്ച പരമോ ശോനശാ, ശിഖണ്ഡി ച മഹാരഥാ, ദൃഷ്ടദമ്നോ വിരാടശ്ച, സാത്യകീ ച പരാജിതാ, ദ്രുപദോ ദ്രൗപദേയാ ച, സർവശ പൃഥിവീപദേ, സൗഭദ്രശ്ച മഹാബാഹോ, ശംഖം ദദ്മോ പൃഥക് പൃഥക്. ഒരാളോ ഒരാൾ. ആനന്ദ വിജയം രാജാ, കുന്തി പുത്രോ യുധിഷ്ഠിരഃ, നകുലഃ സഹദേവശ്ച, സുഘോഷ മണിപുഷ്പകോ, കാശ്യശ്ച പരമേശാ ച, ശിഖണ്ഡി ച മഹാരഥാ, ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച, സാത്യകീ ച പരാജിതഃ, ദ്രുപദോ ദ്രൗപദേയാ ച, സർവശ പൃഥിവീപദേ,
Srobata cha mahabaho Sangadatmo pradat. Very good. Pradivipade. Sorry. Rajave. Raja. Rajavum. Kundi putraha. Kundi putranamaya. Yudhishthiraha. Yudhishtaran. Ananda Vijayam. Ananda Vijayam enna Shamgavum. Nakulaha. Sagadevacha. Nakulanum Sagadevanum. Sugosho Manipushpago. Sugosham Manipushpagam. എന്നീ ശംഖങ്ങളെയും മഹേശ്വാസ വില്ലാള് വീരനായ കാശ്യച്ഛ കാശിരാജാവും മഹാരഥ ആയിരങ്ങളോടെ പടപൊരുതാൻ ശേഷിയുള്ള സുഗണ്ഡീച്ച സുഗണ്ഡിയും ദൃഷ്ടദ്യുമ്നനും ദ്രൗപദ രാജാവിന്റെ മകൻ വിരാടച്ഛ വിരാടനും അജ്ഞാതവാസകാലത്ത് പാണ്ഡവർക്ക് ആശ്രയം നൽകിയ രാജാവ്. അപരാജിതാഹ ഒരിക്കലും തോൽക്കാത്തവനായ സാത്യകീച്ച സാത്യകിയും ദ്രുപദഹ പാഞ്ചാല രാജാവും ദ്രൗപദേയച്ച ദ്രൗപദീ പുത്രന്മാരും മഹാബാഹു കയ്യൂക്കുള്ളവനായ സുഭദ്രച്ച സുഭദ്രാപുത്രനും സർവശഃ എല്ലാവരും പൃഥക് വെവ്വേറെ ശംഹാൻ ദത്മു ശംഖുകൾ ഊതി. എല്ലാവരും പറയുക. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്ത വിജയമെന്ന ശംഖ് ഊതി. നകുല സഹദേവന്മാർ സുഘോഷ മണിപുഷ്പങ്ങളും വില്ലാള് വീരനായ കാശി രാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവി പിണയാത്ത സാത്യകി ദ്രൗപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. ഭാവാർത്ഥം യേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭാവാർത്ഥം. പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തന്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഈ ദുരുപദിഷ്ടമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയൻ നയപൂർവം ധൃതരാഷ്ട്രരെ അറിയിക്കുകയാണ്. മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട്. മുതുമുത്തച്ഛനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാരുള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാരും ഉൾപ്പെടെ അസംഖ്യ പേരും ഈ രണാങ്കണത്തിലുണ്ട്. എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ. തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിന് ഉത്തരവാദി. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗന ലളിതാ ശ്രീവിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ.
നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗരിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ്യ ഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം സുധായ കൃഷ്ണപ്രശ്നായ മഹാവിഷ്ണു പ്രസാദിന നമാമി മഹാവിഷ്ണു പ്രസാദ്. ഹരേ കൃഷ്ണ. ശരിക്കും കുറച്ച് ഗ്യാപ്പായി അല്ലേ കുറെ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. 2-3 ആഴ്ചത്തെ ക്ലാസ് നമുക്ക് പോസ്റ്റ്പോൺ ആയി പോയി. എന്തായാലും ഭഗവാന്റെ കൃപയാൽ ഈ ഭൗതിക ലോകത്തിൽ മാക്സിമം നമ്മൾ ഈ ക്ലാസ് ഒക്കെ നടത്താനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയുന്നത് മഹാഭാഗ്യമാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം ഇതിന് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ശ്രീമദ് ഭഗവത്ഗീത ഭാഗവത ചർച്ചകൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 16, 17, 18 3 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ശ്രീല പ്രഭുപാദർ പുറപ്പെട്ട് തന്നിരിക്കുന്നത്, ഭാവാർത്ഥം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിന്റെ വിവർത്തനം ഇങ്ങനെയാണ്. കുന്തി പുത്രനായ യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ശംഖ് ഊതി. നകുല സഹദേവന്മാർ സുഘോഷോ മണിപുഷ്പകങ്ങളും വില്ലാളി വീരനായ കാശി രാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോഴി പിണയാത്ത സാത്യകി ദ്രുപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ അഭിമന്യു അല്ലെ എന്നിവരും ശംഖുനാഥം മുഴക്കി. ശരിക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒട്ടുമുക്കാലും രണ്ട് പക്ഷത്തുള്ള ആൾക്കാരും ഉണ്ട്. ശിഖണ്ഡി അല്ല, പൂർണ്ണമായും ഈ ഇപ്പോഴത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ശംഖുനാഥം മുഴുവനും പാണ്ഡവ പക്ഷത്തുള്ള ശംഖുനാഥം, ശരിയല്ലേ? കൗരവ പക്ഷത്തുള്ള ശംഖുനാഥത്തിന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ശ്ലോകം മുതൽ പാണ്ഡവ പക്ഷത്തിലെ ശംഖുനാഥമാണ്. അതെ, 14-ാമത്തെ ശ്ലോകം മുതൽ പാണ്ഡവ പക്ഷത്തിലെ ശംഖുനാഥം മുഴങ്ങുന്നു എന്ന് പറയുന്നു. 14-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം എങ്ങനെയാണ്? മറുവശത്തെ കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി എന്നാണ് പറയുന്നത്. 15-ാമത്തെ ശ്ലോകത്തിൽ ആ ശംഖിന്റെ പേരെന്താണെന്നും പറയുന്നുണ്ട്. കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്നുള്ള ശംഖം ഊതി. അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും മുഴക്കി എന്ന് പറയും. ഓക്കെ, അതിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേര് ഋഷികേശൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പാഞ്ചജന്യം ഋഷികേശോ അല്ലെ, ദേവദത്തം ധനഞ്ജയ എന്നാണ് പറഞ്ഞത് അല്ലെ. പാഞ്ചജന്യൻ ഋഷികേശോ ദേവദത്തം ധനഞ്ജയ. ഋഷികേശൻ എന്നുള്ള സ്ഥലത്ത് കൃഷ്ണ എന്ന് പറഞ്ഞില്ല, ധനഞ്ജയ എന്നുള്ള സ്ഥലത്ത് അർജുനൻ എന്നും പറഞ്ഞു. എന്നാൽ ഈ രണ്ടും അതാത് ആൾക്കാർ തന്നെയാണ്. അപ്പൊ പാഞ്ചജന്യം ഋഷികേശോ, എന്തുകൊണ്ട് ഋഷികേശൻ എന്ന് പറയുന്നു ചോദിച്ചാൽ, ഋഷികേശൻ എന്നുള്ള വാക്കിനർത്ഥം ഇന്ദ്രിയങ്ങളുടെ നാഥനെന്ന്. ദേവദത്തം ധനഞ്ജയ, ധനഞ്ജയ എന്നുള്ള വാക്കിനർത്ഥം ധനത്തെ ജയിച്ചവനെ എന്നാണ്. അപ്പൊ ഈ 2 പേരും വെറുതെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ നാമങ്ങൾ വിഭിന്നമാണ്, ഒരുപാട് നാമങ്ങളുണ്ട് അല്ലെ. ഓരോ നാമത്തിനും ഓരോ ലീലയുണ്ട്. വ്യത്യസ്ത ലീലകൾ ചെയ്ത ഭഗവാൻ ശ്രീകൃഷ്ണന് വ്യത്യസ്ത നാമങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ വട്ടപ്പേര് അല്ലെ, സ്കൂളിലൊക്കെ പഠിക്കാൻ നമുക്ക് വട്ടപ്പേരുണ്ടായിരുന്നില്ലേ അല്ലെ. അതാണ് ആ വട്ടപ്പേര്. അങ്ങനെ കൃഷ്ണന് മാത്രം വട്ടപ്പേര് ഭഗവത്ഗീത പ്രകാരം 68 വട്ടപ്പേരുണ്ട്. എത്ര? 68 വട്ടപ്പേരുണ്ട്. അർജുനനും വട്ടപ്പേരുണ്ട്. അങ്ങനെ എത്ര അർജുനന് വട്ടപ്പേരുണ്ട്? ഭഗവത്ഗീതയിലൂടെ മാത്രം 23 വട്ടപ്പേരുണ്ട്. എത്ര? 23. അത് ഏതൊക്കെ ശ്ലോകത്തിലാണ് പറയണമെന്നും അതൊക്കെ ഏതൊക്കെ പേരാണെന്നും അതിന്റെ ലീലകൾ എന്താണെന്നും മാത്രം നമുക്കൊരു 2-3 ക്ലാസ് ചർച്ച ചെയ്യേണ്ടതും നന്നായിരിക്കും.
അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്ത പേരുകൾ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ലീലകൾ എന്താണെന്നും അത് ഏത് ശ്ലോകത്തിലാണ് ആ വട്ടപ്പേര് പറഞ്ഞിട്ടുള്ളതെന്നും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പരമാവധി ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കഴിഞ്ഞ ശ്ലോകത്തിന്റെ പർപ്പട്ടില് ഒരു 3-4 വട്ടപ്പേരിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഞാനൊന്ന് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വായിക്കാം. കൃഷ്ണൻ ഋഷികേശൻ എന്ന് അറിയപ്പെടുന്നു. സർവ ഇന്ദ്രിയങ്ങളുടെയും ഉടമ എന്നാണ് ഋഷികേശൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ജീവജാലങ്ങളെ എല്ലാം കൃഷ്ണ ഭഗവാന്റെ അംശങ്ങൾ അത്രേ. അതുകൊണ്ട് അവയുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയ അംശങ്ങൾ തന്നെ. അവ്യക്തവാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയത്വം വിശദീകരിക്കാനാവില്ല. അതുകൊണ്ട് അവർ ഏത് ജീവിക്കും ഇന്ദ്രിയ രാഹിത്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനാണ് അവരുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. എന്നാൽ അതത് ജീവന്റെ സ്വ അർപ്പണ ബോധത്തിന് അനുയോജ്യമായ വിധത്തിലേ അദ്ദേഹം നയിക്കൂ. മനസ്സിലായോ? ഓരോരുത്തരെയും ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് അവരവരെ നയിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ ഓരോ ജീവന്റെ ആത്മസമർപ്പണം അനുസരിച്ചാണ് അദ്ദേഹത്തിനെ അവരെ നയിക്കുന്നത്. എല്ലാവരും ഒരുപോലെ അല്ല. ഇതിനെക്കുറിച്ചൊരു കഥ പറയാൻ പറ്റും. മനസ്സിലായോ? നമ്മുടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ഒരു തോട്ടത്തില് ഒരുപാട് കരിമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കരിമ്പ് ഒരുപാട് കണ്ടിട്ട് ഒരു കള്ളൻ എന്ത് ചെയ്തു, ആ തോട്ടത്തിൽ കയറി കരിമ്പൊക്കെ പറിച്ചിട്ട് അവസാനം അദ്ദേഹത്തിനെ പിടിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വിചാരണ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഈ ശ്ലോകത്തിലുള്ള കാര്യം പറഞ്ഞു. എന്താ? എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചത് ആരാണ്? എന്നെ നയിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ എന്നെ ഈ കുറ്റം ചെയ്യിപ്പിച്ചത് ആരാണ്? ഭഗവാനാണ്. കുറച്ചുകൂടി അതേ അറിവുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭഗവാൻ മാത്രമല്ല, ഞാൻ ഈ കൈ കൊണ്ടാണ് പറിച്ചത്. ഈ കൈ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ ദേവനാണ് റെപ്രസെന്റേറ്റീവ് ആവുന്നത്. അപ്പൊ കൈയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പറയുന്നത് ഇന്ദ്രനെയാണ്. ഓക്കെ, ഈ കൈ കൊണ്ടാണ് പറിച്ചത്. അപ്പൊ ഞാനല്ല അതിന്റെ ഉത്തരവാദി, ഈ കൈയുടെ റെപ്രസെന്റേറ്റീവ് ആയ ഇന്ദ്രനാണ് ഉത്തരവാദി. കേൾക്കുന്നുണ്ടോ? അങ്ങനെയാണോ? അതാണ് അടുത്ത ലൈനിൽ ഭാഗം പറയുന്നുണ്ട്. ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനാണ് അവരുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. എന്നാൽ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതാത് ജീവന്റെ സ്വ അർപ്പണ ബോധത്തിന് അനുയോജ്യമായ വിധത്തിലേ അദ്ദേഹം നയിക്കൂ. ഓക്കെ, അപ്പോ ഇതില് മനസ്സിലാക്കേണ്ടത്, ഭഗവത്ഗീത മൊത്തം പറഞ്ഞിട്ട് അർജുന, ഞാൻ പറയേണ്ടതില്ല, ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് നിനക്ക് ഉചിതമായത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ ഒരു സ്വാതന്ത്ര്യം ആർക്ക് തന്നിട്ടുണ്ട്? ജീവാത്മാവിന് ഭഗവാൻ തന്നു. ഭഗവാന്റെ മൊത്തം 3 തരം ശക്തികളുണ്ട്. ഭഗവാന്റെ ശക്തികളായിട്ട് മൊത്തം 3 ശക്തികളുണ്ട്. അതിൽ 1 അന്തരംഗ ശക്തി, 2 ബഹിരംഗ ശക്തി, 3 തടസ്സ ശക്തി. അങ്ങനെ 3 തരം ശക്തികളിൽ സർവ്വ ജീവജാലങ്ങളും വരുന്നത് തടസ്സ ശക്തിയിലാണ്. എന്നുവെച്ചാൽ ന്യൂട്രൽ, രണ്ടിന്റെ നടുക്ക്. അന്തരംഗ ശക്തിയിലും പോയിട്ടില്ല, ബഹിരംഗ ശക്തിയിലും പോയിട്ടില്ല. നടുക്കുള്ള ശക്തിയുടെ പേരാണ് തടസ്സ ശക്തി എന്ന് പറയുന്നത്. തടസ്സ ശക്തി. അപ്പൊ തടസ്സ ശക്തി. അപ്പൊ അന്തരംഗ ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സ്പിരിച്വൽ ശക്തിയാണ്. ബഹിരംഗ ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ശക്തികളും ഉൾപ്പെടും. ഭൗതിക ശക്തി. തടസ്സ ശക്തി എന്ന് പറയുമ്പോൾ ന്യൂട്രൽ, രണ്ടിടത്തും പോയിട്ടില്ല. പക്ഷെ അവരവരുടെ ആഗ്രഹം അനുസരിച്ച് ഭൗതികമായിട്ടും തരം താഴാം, ആധ്യാത്മികമായിട്ടും ഉയരും. അതാണ് മനുഷ്യന് തന്നിരിക്കുന്ന ശക്തി. മനുഷ്യന് തന്നിരിക്കുന്ന ശക്തി ഭഗവാന്റെ ശക്തി തന്നെയാണ് നമുക്ക് ഉള്ളത്. പക്ഷെ ഭഗവാന്റെ അന്തരംഗ ശക്തി അല്ല നമുക്കുള്ളത്. ഭഗവാന്റെ ബഹിരംഗ ശക്തിയും അല്ല ഉള്ളത്. പകരം തടസ്സ ശക്തിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വന്തം ഇച്ഛ പ്രകാരം എങ്ങനെ സ്വന്തം എഫോർട്ട് കൊണ്ട് അന്തരംഗ ശക്തിയെ കൂട്ടുപിടിച്ച് നമുക്ക് മേളിലോട്ട് പോകാം, ഭഗവാന്റെ അടുത്ത് തിരിച്ചു. അതല്ലാതെ ഭഗവാന്റെ ഭൗതിക ശക്തിയായ ബഹിരംഗ ശക്തിയെ കൂട്ടുപിടിച്ച് ഇപ്പോൾ ഉള്ള പദവിയിൽ നിന്നും താഴോട്ട് തരം താഴ്ന്നും പോകും. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെന്നാണ് ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് അവസാനം കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അർജുന, എനിക്ക് പറയേണ്ടതില്ല, ഞാൻ പറഞ്ഞു, നിനക്ക് ഇനി ഉചിതമായത് നിനക്ക് തീരുമാനിക്കാമെന്ന് പറയാൻ കാരണം നമ്മൾ തടസ്സ ശക്തിയാവില്ല. ഓക്കെ, അപ്പൊ ബഹിരംഗ ശക്തിയെ കൂട്ടുപിടിച്ച് ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ഭഗവത്ഗീത ക്ലാസ്സിൽ വരണം, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകൾ പങ്കെടുക്കണം, സത്സംഗം ചെയ്യണം, സാധന ചെയ്യണം, നാമം ജപിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സ ശക്തിയിൽ നിന്ന് അന്തരംഗ ശക്തിയുടെ സപ്പോർട്ട് കിട്ടി നമ്മൾ മേളിലോട്ട് ഉയരും. അതല്ല നമ്മൾ തരം താഴ്ന്ന് പോകണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ മതി. എന്താ? താഴോട്ട് പോയിക്കോളൂ, വേറെ ഒന്നും ചെയ്യണം. അതാണ് പറയുന്നത്
ഉയരണമെങ്കിൽ ഉത്തരാത്മനാത്മാന, ഉയരണമെങ്കിൽ മാത്രമേ എഫോർട്ട് ഇടേണ്ട കാര്യമുള്ളൂ. നശിച്ചു പോകണമെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, അല്ലേ? അപ്പൊ സ്കൂളിൽ എക്സാം പാസ്സാവണമെങ്കിൽ പഠിക്കണം, തോക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, അങ്ങ് തോറ്റോളൂ. ശരിയല്ലേ? അപ്പൊ ഏതിനും നല്ലതിനും സക്സസിനും, അല്ലേ, നമുക്ക് എഫോർട്ട് ഇടേണ്ടതുണ്ട്. എങ്ങനെ തോൽക്കാം? ഏതെങ്കിലും പുസ്തകം ഏതെങ്കിലും കടയിൽ വിൽക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെ വിജയിക്കാം? അതിന് 1000 പുസ്തകങ്ങൾ മാർക്കറ്റിൽ ആയിരുന്നു. അപ്പൊ എഫോർട്ട് ഇടേണ്ടത് എപ്പോഴും ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. താഴ്ന്നു പോകണമെങ്കിൽ മിണ്ടാതെ ഇരുന്നാൽ മതി. ചില ആൾക്കാർ പറഞ്ഞു ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒതുങ്ങി ജീവിക്കുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ദ്രിയങ്ങൾ ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്? ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് തടശക്തിയായ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ശ്ലോകത്തിന്റെ തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പാഞ്ചജന്യം ഋഷികേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഋഷികേശം എന്നുള്ള വാക്കിനർത്ഥം ഇന്ദ്രിയങ്ങളുടെ നാഥൻ. നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ നാഥൻ നമ്മളല്ല, അതിന്റെ നാഥൻ ഭഗവാനാണ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഞാൻ ആർക്കും ഉപദ്രവാതെ ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി അല്ല ഇത് തന്നിരിക്കുന്നത്, ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ തന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് ഇന്ദ്രിയനാഥനായ കൃഷ്ണന്റെ സേവനത്തിലാണ്. അപ്പൊ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ താക്കോല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കണം. ചെവി തന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കണം. കണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കണം. ഇതെല്ലാം വെറുതെ വെച്ചിരുന്ന് തുരുമ്പടിപ്പിക്കാൻ അല്ല മനുഷ്യ ശരീരത്തിലുള്ള കണ്ണുകളും ചെവികളും വായും ത്വക്കും ഒക്കെ ഭഗവാൻ തന്നിരിക്കുന്നു. അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് തന്നിരിക്കും. എന്തിനാണ്? നിങ്ങൾ അവിടുത്തെ സേവനായതുകൊണ്ടാണ്. നിങ്ങൾ സേവനത്തിന് പോവത്തുമില്ല, ക്വാർട്ടേഴ്സിൽ താക്കോലും കൊടുക്കൂല, എങ്ങനെ ഇരിക്കും? ശരിയല്ലേ? അപ്പൊ പണിഷ്മെന്റ് വെയിറ്റിംഗ് ആണ്, അല്ലെ? നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വെറുതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനല്ല, ഗവൺമെന്റ് സേവനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്വാർട്ടേഴ്സ് തന്നിരിക്കുകയാണ്. എന്നതുപോലെ ഈ ശരീരത്തില് ഇന്ദ്രിയങ്ങളെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ നാഥനായ ഋഷികേശനെ സേവിക്കാനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശൻ. ഓക്കെ. എന്നാൽ അതാത് ജീവന്റെ സ്വ ആത്മ അർപ്പണ ബോധത്തിന് അനുയോജ്യമായതിൽ മാത്രമേ അദ്ദേഹം നയിക്കത്തുള്ളൂ. അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളുടെ ഈ സേവനം നമുക്ക് ഭഗവാന് നന്നായി ചെയ്യാൻ പറ്റും ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്. പക്ഷെ അതിനൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. എന്താണ്? ആത്മ സമർപ്പണം അനുസരിച്ച് വേണം ഇതിന്റെ ഉപയോഗം നമുക്ക് വരുത്താൻ ഭഗവാൻ സാങ്ഷനാക്കി തരും. മനസ്സിലായ? ഇപ്പൊ ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കും, അല്ലെ? ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ അങ്ങ് ഒടിഞ്ഞു പോകും. എന്നാ സ്പീഡ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഒന്ന് വിട്ടിട്ട് വീണ്ടും ആക്സിലേറ്റർ കൊടുക്കുന്ന നോക്കിയേ, അപ്പൊ അതേ സ്പീഡിന്റെ കൂടെ ഒരു സ്റ്റെപ്പ് സ്പീഡും കൂടെ കിട്ടും. എന്നതുപോലെ നമ്മുടെ എഫോർട്ട് കൂട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ സാധാരണ ആൾക്കാർ ആഗ്രഹിക്കുന്നത് കൂടുതലാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ എഫോർട്ട് അനുസരിച്ച് ഭഗവാന് മനസ്സിലാക്കാൻ. ആ എഫോർട്ട് അനുസരിച്ച് ഭഗവാൻ കൂടുതൽ സ്പീഡ് നമുക്ക് ഭഗവാന്റെ സേവനത്തിന് നൽകും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. ഭഗവാൻ പക്ഷാപാതി അല്ല. എന്നാൽ ആത്മ അർപ്പണം ആർക്കാണോ കൂടുതൽ അവർക്ക് മറ്റുള്ളവരെക്കാളും സ്പീഡിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവും സാഹചര്യങ്ങളും ഒക്കെ ഭഗവാൻ തരും. പക്ഷെ എല്ലാവർക്കും തന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ സെയിമാണ്. പക്ഷെ അതിന്റെ ഉപയോഗത്തിൽ വരുത്താൻ പറ്റുന്നത് അവരവരുടെ ആത്മ അർപ്പണം അനുസരിച്ചാണെന്നാണ് അതിൽ പറഞ്ഞത്. ഒരു ശുദ്ധഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നു. കണ്ട, ഒരു ശുദ്ധഭക്തനായ പിന്നെ അതിന്റെ ഇന്ദ്രിയങ്ങളുടെ മൊത്തം ചുമതലയും ഭഗവാൻ ഏറ്റെടുത്ത് അതെല്ലാം ഏതിനകത്ത് വ്യാപൃതരായിക്കോളും? കണ്ണ് ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതരായിക്കോളും, മൂക്ക് ചെവി എല്ലാം ഭഗവാന്റെ സേവനത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനന്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാണ്. കണ്ട, ഇവിടെ അർജുനന്റെ കൺട്രോൾ കംപ്ലീറ്റ് ആരുടെ കയ്യിലാണ്? കണ്ട, അർജുനന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം കൃഷ്ണൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിലെ കൊല നടത്തിയതിന്റെ പരിണിത ഫലം ആർക്ക് അഫക്ട് ചെയ്യാത്തത്? അർജുനൻ അഫക്ട് ചെയ്യാത്തത്. മനസ്സിലായി? കാരണം അർജുനൻ അനുസരിക്കുന്ന ആരെയാണ്? കൃഷ്ണനെയാണ് അനുസരിക്കുന്നത്. എന്നാൽ ദുര്യോധനനോ കൃഷ്ണന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറല്ല. പകരം സ്വന്തം ഇന്ദ്രിയങ്ങളെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം ഇന്ദ്രിയങ്ങളെ സ്വന്തം ഇഷ്ടത്തിനാണ് ആര് തിരിച്ചുവിടുന്നത്? അതുകൊണ്ടാണ് അതിന്റെ കാർമിക് റിയാക്ഷൻ ആരാ അഫക്ട് ചെയ്യേണ്ടി വരുന്നത്? ദുര്യോധനാണ്. അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അർജുനനെ പോലെ ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ എല്ലാ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നതായിട്ട് തോന്നിയാലും
അതിന്റെ റിസൾട്ട് ഒരിക്കലും നമുക്ക് കാർമിക റിയാക്ഷൻ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. ഭഗവാൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. അതല്ല ഭഗവാനെ തള്ളി നിർത്തി അർജുനന് പകരം ദുര്യോധനെ പോലെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭഗവാൻ തന്നിരിക്കുന്ന ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എങ്കിൽ അതിന്റെ കാർമിക റിയാക്ഷൻ ആര് മാത്രമാണ് ഉത്തരവാദി? നമ്മൾ. ഒരേ യുദ്ധം, ഒരേ തലവെട്ട്, ഒരേ അറുംകൊല നടത്തിയ ആൾക്കാരാണ് അർജുനൻ. അതേ ആളാണ്, അതുപോലെ മറ്റൊരാളാണ് ദുര്യോധനൻ. പക്ഷെ ഒരാൾക്ക് അതിന്റെ കാർമിക റിയാക്ഷൻ ഇല്ല, മറ്റേ ആൾക്ക് കാർമിക റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത് കാരണം ഈ ഭഗവാൻ തന്ന ഇന്ദ്രിയങ്ങളെ ആരുടെ സേവനത്തിനാണ് അവർ പ്രയോജനപ്പെടുത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനമാക്കിയാണ്. മനസ്സിലായല്ലോ? അതെ, ഭഗവാൻ പറഞ്ഞു അത് അതെ. ആ അല്ല, ആണ് അതായത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമാണ് യുഗം. ആ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും പിന്നെ അവതരിച്ചുകൊണ്ട്. അപ്പോ പക്ഷെ ധർമ്മം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യപ്പെടാൻ ഇന്നത്തെ ശ്ലോകത്തിൽ പ്രത്യേകിച്ചു. ഞാൻ അതിലേക്ക് പോരാം. ധർമ്മം എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിന് മുമ്പത്തെ ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിലേക്ക് വരിക. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നതിനെ വ്യക്തമാക്കുന്നതാണ്. ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഋഷികേശ പദം. ഋഷികേശ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കാൻ കാരണം ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശനാണ് അർജുനനെ നയിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഇവിടെ ഋഷികേശ എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അർജുനന്റെ കൺട്രോൾ ആരുടെയിലാണ്? അതിന് കാരണം അർജുനന്റെ എന്ത് ക്വാളിഫിക്കേഷൻ ആണ്? സ്വയം സമർപ്പണം ചെയ്യാൻ തയ്യാറായി. അതാണ് അർജുനന്റെ ക്വാളിഫിക്കേഷൻ. ഭഗവാന് തന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ വിവിധ നാമോദയങ്ങളുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് മിനി രൂപമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാന്റെ വ്യത്യസ്ത നാമങ്ങളെ കുറിച്ച് 68 നാമങ്ങളും ശ്ലോകങ്ങളും ലീലകളെ കുറിച്ച് ഇനിയുള്ള ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇന്നൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരിക, അത് വായിക്കാം. മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദൻ എന്ന പേര് വന്നു. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നതാൽ ഗോവിന്ദനെന്നും വാസുദേവ പുത്രനാകയാൽ വാസുദേവനുമായി ദേവകിയെ അമ്മയായി സ്വീകരിച്ചത് കൊണ്ട്. എങ്ങനെ? അങ്ങനെയാണോ പറയേണ്ടത്? നമ്മളല്ല ആണെങ്കിൽ ദേവകിയുടെ പുത്രനായതുകൊണ്ട് എന്നല്ലേ പറയും. ഇവിടെ ഭഗവാൻ വിഷയം വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദേവകിയെ അമ്മയായി സ്വീകരിച്ചത് കൊണ്ട്. അപ്പൊ ദേവകിക്ക് മുമ്പ് ആരുണ്ട്? കൃഷ്ണനുണ്ട് എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അതാണ് നമ്മൾ ഭഗവാൻ തമ്മിലുള്ള വ്യത്യാസം. നമ്മള് ജനിച്ചതിന് ശേഷം നമുക്ക് വ്യക്തിത്വം ഉള്ളൂ എങ്കിൽ ഭഗവാന് ദേവകിയുടെ പുത്രനായിട്ട് ആരോഗ്യത്തിന് മുമ്പേ അദ്ദേഹം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദേവകിയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട്. എന്താണ് ദേവകി നന്ദനൻ എന്നുള്ള പേര്? വൃന്ദാവനത്തിൽ വെച്ച ബാലകാല കേളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചത് കൊണ്ട് യശോദാനന്ദനൻ. സുഹൃത്തായ അർജുനന്റെ തേര് തെളിച്ചത് കൊണ്ട് പാർത്ഥ സാരഥി. ഇങ്ങനെ പോകുന്നു തിരുനാമങ്ങൾ. ഓക്കെ. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാന് ഋഷികേശൻ എന്ന നാമോദയവും ലഭിച്ചു. നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം ജ്യേഷ്ഠന് വേണ്ടി കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രായുക്തമായ ധനഞ്ജയ എന്ന നാമം അർജുനന് സിദ്ധിച്ചത്. മനസ്സിലായോ? അർജുനനെ ഒരു ഏരിയയിൽ വിട്ടു. അപ്പൊ അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് വരാൻ പറഞ്ഞു. ടാക്സ്, രാജാവിന്റെ ജോലി ടാക്സ് കളക്ഷൻ അല്ലേ. അപ്പൊ അതിന് അർജുനനെ വിട്ടു. അപ്പൊ അർജുനൻ പോയി എന്ത് ചെയ്തു? അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ നിന്നൊക്കെ ടാക്സ് കളക്ട് ചെയ്ത് ഭീമമായ സമ്പത്തും കൊണ്ട് ഖജനാവിൽ കൊണ്ട് നിറച്ചു. അത് ആർക്ക് വേണ്ടി ചെയ്തു? ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവാകുന്ന ചക്രവർത്തിക്ക് വേണ്ടി ചെയ്തു. അപ്പൊ ഏറ്റവും കൂടുതൽ വലിയ ടാക്സ് കളക്ടർ അന്നത്തെ കാലത്ത് ആരായിരുന്നു? അർജുനനായിരുന്നു. അതുകൊണ്ട് ധനം കൂടുതൽ വന്നത് അർജുനനിലൂടെ ആയതുകൊണ്ടാണ് ഇവിടെ ധനഞ്ജയ എന്നുള്ള വാക്കിലൂടെ അർജുനനെ അഭിസംബോധന ചെയ്തു. അല്ലെ? അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചല്ലേ വട്ടപ്പേരിടാറുള്ളത്. അല്ലെ? അതേപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അർജുനന് ധനം കൂടുതൽ കൊണ്ടുവന്ന് ധനഞ്ജയ എന്നൊക്കെ പേര്. ധനഞ്ജയ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ധനത്തെ ജയിച്ചവനെ എന്നാണ്. അത് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ അതിനർത്ഥം കൊണ്ടുവന്ന പണം കൈയിട്ട് വാരിയില്ല എന്നാണ് അതിനർത്ഥം. ധനം രാജാവിന് വേണ്ടി കളക്ട് ചെയ്തു. കൊണ്ടു കൊടുക്കാൻ നേരത്ത് കുറച്ച് അടിച്ചു മാറ്റിയിട്ടില്ല, മൊത്തം കൊണ്ടു കൊടുത്തു എന്നാണ് അർത്ഥം. കേട്ടോ? നമ്മളെല്ലാം ആയിരുന്നെങ്കിൽ അതിന് കുറെ അടിച്ചു മാറ്റിയിട്ട് ബാക്കിയെ കൊടുക്കത്തുള്ളായിരുന്നു. ഇവിടെ അല്ലേ? ഇവിടെ അർജുനൻ എന്ത് ചെയ്തു? കളക്ട് ചെയ്ത മൊത്തം ടാക്സും മൊത്തം പണവും ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തു? ചക്രവർത്തിയായ ആ ഒരു നല്ല മനസ്സ് കളക്ട് ചെയ്ത് മാത്രമല്ല ആ മൊത്തം പണവും ഹാൻഡ് ഓവർ ചെയ്തു. നമ്മളാണെങ്കിൽ കളക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ കൊടുക്കാം, അതുവരെ നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ ധനത്തെ ജയിച്ചിട്ടില്ല, ധനത്തിനോട് ആസക്തി ഉണ്ട്. ഇവിടെ അർജുനന് ധനത്തോട് ആസക്തി ഇല്ല. അതുകൊണ്ട് മൊത്തം പൈസയും കണക്ക് സെറ്റിൽ ചെയ്യും. നമ്മൾ കണക്ക് ഏതെങ്കിലും സ്ഥാപനത്തിന്റെ കണക്ക് ഏൽപ്പിച്ചാൽ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ധനം ചെയ്യും.
കണക്കിട്ട് ചോദിക്കുമ്പോ എല്ലാം തരാ നീട്ടിക്കൊണ്ട് പോവാണെങ്കിൽ നമ്മൾ ധനഞ്ജയനാണോ? അല്ല. ഇവിടെ അർജുനൻ എന്തായിരുന്നു? കറക്റ്റ് കണക്കില് പൈസ കളക്ട് ചെയ്തു, കറക്റ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഒറ്റ പൈസ അതിന്റെ കയ്യില് ഒട്ടിയില്ല. നമ്മള് ശക്കരക്കുടത്തിൽ കടയിട്ട കയ്യില് കുറച്ച് ഒട്ടും. അങ്ങനെ അർജുനന് ഒട്ടിയോ? ഇല്ല. അതുകൊണ്ട് അതിന്റെ പേര് ധനത്തെ ജയിച്ചവന് ധനഞ്ജയ. ഓക്കെ. അപ്പൊ ഇതാണ് ഭഗവാന്റെ ഒക്കെ ഇരട്ട പേരിന് കാരണം. അവരുടെ ലീലകളാണ് അവരെ ഇരട്ട പേരിന് കാരണമാക്കിയത്. ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ശ്ലോകത്തിൽ കുന്തി പുത്രനായ യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ശംഖൂരി എന്ന് പറയുന്നതിൽ കേട്ടോ, ശ്ലോകത്തിനെ നോക്കൂ. ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു അനന്ത വിജയം രാജാ കുന്തി പുത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? അനന്ത വിജയം എന്നുള്ള ശംഖ് ഊരിയത് രാജാവ് ആയ കുന്തിപുത്രൻ യുധിഷ്ഠിരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ ശ്ലോകത്തില്. എന്താ? അനന്ത വിജയം രാജാ കുന്തിപുത്ര യുധിഷ്ഠിരഃ എന്നാണ്. ഈ ശ്ലോകം ആരാണ് പറയുന്നത്? സഞ്ജയനാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? ധൃതരാഷ്ട്രൻ. ഈ കുരുക്ഷേത്ര യുദ്ധം എന്തിനു വേണ്ടിയാണ്? രാജ്യഭരണത്തിന് വേണ്ടിയാണ്. അപ്പോ സൂചി കുത്താനുള്ള സ്ഥലം പോലും ആർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞു. പാണ്ഡവർക്ക് പ്രത്യേകിച്ച് ദുര്യോധനൻ പറഞ്ഞു, ദുര്യോധനൻ പറഞ്ഞു യുധിഷ്ഠിരന് അർഹതയില്ല എന്നാണ് ആര് പറയുന്നത്? ദുര്യോധനൻ പറയുന്നു. അപ്പൊ ദുര്യോധനന്റെ അച്ഛനായ ധൃതരാഷ്ട്ര രാജാവാണ് ഇപ്പൊ അവിടുത്തെ കെയർ ടേക്കറായ രാജാവായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാണ്? അപ്പോ അതായത് ഭാര്യ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി ഭർത്താവാണ്. അതറിയാമോ? ആണോ? ഭാര്യ ഏതെങ്കിലും സ്ഥലത്ത് കടം മേടിച്ചാൽ അടയ്ക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്, അല്ലേ? അതാണ്. മക്കൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ ഉത്തരവാദി ആരാണ്? പേരൻസ് ആണ്, അച്ഛനമ്മയാണ്. ശരിയല്ലേ? ശിഷ്യൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ ഉത്തരവാദി ഗുരുവാണ്. ശരിയല്ലേ? അതേപോലെ പ്രജകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദി ആരാണ്? രാജാവാണ്. മനസ്സിലായോ? ഇവിടെ വെള്ളമൊന്നും ഇല്ല, ഇവിടെ വെള്ളം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചീത്ത വിളിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട്? ഇവിടെ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ശരിയല്ലേ? അതാണ്. എന്നതുപോലെ ഈ ഇത്രയും വലിയ മഹാഭാരത യുദ്ധം നടക്കാൻ കാരണം ദുര്യോധനാണെങ്കിൽ കൂടിയും അതിനെ അനുവദിച്ചത് ആരാണ്? മൗന സമ്മതം നൽകിയത് ധൃതരാഷ്ട്രാണെന്നാണ് ഇന്നത്തെ പർപ്പട്ടിൽ അവസാനത്തെ ലൈനും പറഞ്ഞു. ഇത്രയും വലിയ മാരക യുദ്ധം ഉണ്ടാവാൻ പോവുകയാണ്, അതിന് ഉത്തരവാദി ആരാണ്? ധൃതരാഷ്ട്രം എന്ന് പറയുന്ന കാരണം അതാണ്. ഓക്കെ. പക്ഷേ അങ്ങനെ ധൃതരാഷ്ട്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിന്റെ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ ശ്ലോകത്തിൽ ആരൊക്കെ ശംഖ് ഊതി എന്ന് ചോദിച്ചപ്പോ രാജാ യുധിഷ്ഠിരഃ എന്നാണ് ആര് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാ സഞ്ജയന്റെ മനസ്സിൽ ആർക്ക് അർഹതയുണ്ട് രാജ്യത്തിന്, അതുകൊണ്ടാണ് ഇവിടെ രാജാവേ എന്ന് വിളിച്ചത്. പോയി പോണവനെ രാജാവെന്ന് വിളിക്കുവോ? അപ്പോ രാജാവിന് അർഹതയുള്ള ആളിനെ രാജാവെന്ന് വിളിക്കാൻ പറ്റും, അല്ലേ? ഇപ്പൊ യുദ്ധം നടക്കുന്നത് രാജാവ് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാനാണ് യുദ്ധം നടക്കുന്നത്. എന്നാൽ യുദ്ധം നടക്കുന്നതിന് മുമ്പേ ആര് രാജാവ് എന്ന് വിളിച്ചു കഴിഞ്ഞു? ആര് വിളിച്ചു കഴിഞ്ഞു? അപ്പോ ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ് അവിടെ എന്ത് നടന്നു ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നതിന്റെ കൂടെ യഥാർത്ഥത്തിൽ യുദ്ധത്തില് യോഗ്യനായ വ്യക്തി രാജാവാൻ ആണെന്ന് ആര് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു? നമ്മളും അങ്ങനെയല്ലേ? ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് അത് എതിർക്കൂല. ഭാര്യ ഇൻഡയറക്റ്റ് ആയിട്ട് ഭാര്യയുടെ വേർഷൻ അവിടെ അവതരിപ്പിക്കും. ബുദ്ധിയുള്ള ഭർത്താവാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കും. ഭാര്യ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കും. ശരിയല്ലേ? അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കും. എന്നതുപോലെ അത് എന്തുകൊണ്ടാണ് ഭാര്യ അങ്ങനെ ചെയ്യുന്നത്? ഓപ്പൺ ആയിട്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഫീൽ ചെയ്യും, എന്നാൽ ഭർത്താവിനെ രക്ഷിക്കുകയും വേണം. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലൂ തന്നാണ് ഭാര്യയുടെ വേർഷൻ എന്താണെന്ന് ഭാര്യ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഭർത്താവിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നു. അപ്പൊ ബുദ്ധിയുള്ള ഭർത്താവ് ഭാര്യയുടെ ഇംഗീതം മനസ്സിലാക്കി എന്ത് ചെയ്യും? അത് അങ്ങ് കണ്ടറിഞ്ഞ് ചെയ്യും. ഉദാഹരണത്തിന് ബലിമഹാരാജാവിനെ കേൾക്കുന്നുണ്ടോ? ബലിമഹാരാജാവിനെ വാമനദേവൻ പിടിച്ചു കെട്ടി. എന്തുകൊണ്ട് പിടിച്ചു കെട്ടി? 3 അടി മണ്ണ് വെച്ചപ്പോൾ 2 അടിയെ കൊടുത്തുള്ളൂ. മൂന്നാമത്തെ അടി കൊടുക്കാൻ സാധ്യത. അതുകൊണ്ട് അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടിയപ്പോ മഹാബലി വാമനദേവനെ പുകഴ്ത്തുകയാണ്. ഇങ്ങനെ തുടങ്ങുന്നതിന്റെ ഇടയിൽ നോക്കിയപ്പോ അവിടെ ആരൊക്കെ എത്തി? പ്രഹ്ലാദ മഹാരാജാവ് എത്തി. പ്രഹ്ലാദ മഹാരാജാവ് ആരാണ്? മഹാബലിയുടെ മുത്തച്ഛനാണ്. അപ്പൊ ആ നല്ല മുഹൂർത്തം ആയപ്പോ അവരവിടെ എത്തി.
അതിന്റെ കൂടെ മഹാബലിയുടെ ഭാര്യ എത്തിയ സിറ്റുവേഷൻ കാണാൻ വേണ്ടി എത്തി. അപ്പൊ ഇദ്ദേഹം ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഭാര്യയുടെ മുഖത്ത് നോക്കിയപ്പോ ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട്, മനസ്സിലായോ? അപ്പൊ മഹാബലി എന്ത് ചെയ്യുന്ന അറിയാമോ? ആ ഗ്ലോറിഫിക്കേഷൻ നിർത്തിയിട്ട് ആർക്ക് അവസരം കൊടുത്തു? ഭാര്യയ്ക്ക് അവസരം. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് ഭാര്യ പറഞ്ഞോ? ഇല്ല. എന്നാൽ ഭാര്യയുടെ ആ ഒരു മനസ്സ് കണ്ടറിഞ്ഞ ഭർത്താവ് ഭാര്യയ്ക്കും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള അവസരം കൊടുത്തു. അത് എന്താ ചെയ്തത്? അദ്ദേഹം സൈലന്റ്. ഇദ്ദേഹം സൈലന്റ് ആയപ്പോൾ ദേവിക്ക് മനസ്സിലായി എന്ന് സംസാരിക്കാനാണ് ആ ഹസ്ബൻഡ് ആ അവസരം തരുന്നത് മനസ്സിലായി. കേട്ടോ? അപ്പൊ ചില കാര്യങ്ങളൊക്കെ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്നതുപോലെ ഇവിടെ സഞ്ജയൻ ഒരിക്കലും ധൃതരാഷ്ട്രാവിന്റെ മുഖത്ത് നോക്കി തെമ്മാടി നീ കാരണമാണ് ഇതെല്ലാം വന്നതെന്ന് പറയാനുള്ള വോയിസ് ഇല്ല. കാരണം അദ്ദേഹം അല്ലേ അദ്ദേഹത്തിന്റെ പ്രജയാണ്. പ്രജയ്ക്ക് രാജാവിന്റെ മുഖത്തേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഉപദേശിയും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ഉപദേശം ചോദിക്കുന്നത്. അവിടെ എന്ത് നടന്നു പറയൂ എന്ന് സഞ്ജയനോട് ചോദിക്കുക. എന്നാൽ ഉപദേശിക്കുകയും വേണം. എന്നാൽ ഈ ഉപദേശം അദ്ദേഹത്തിനെ വേദനിപ്പിക്കാനും പാടില്ല എന്ന് അദ്ദേഹത്തിനെ അറിയിക്കുകയും വേണം. അത് ഭയങ്കര പാടാണ് കേട്ടോ, വലിയ വലിയ പാടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ. അതിന്റെ ഇപ്പോഴത്തെ ചെറിയൊരു വേഷം ഞാൻ പറയാം. വലിയ നടന്മാരില്ലേ, നടന്മാർ ഭയങ്കര ദേഷ്യക്കാരാണ്. അപ്പോ അവിടെ ഡയറക്ടർ അവരുടെ അണികളുണ്ടല്ലോ, അണികളോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന മറ്റൊരു അടുത്ത് പോയി പറയാന്ന് പറയും. അവിടെ നെഞ്ചു പിരിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയാൻ പറ്റൂല, കാരണം വലിയ നടനാണ്. അപ്പൊ അവിടെ എന്താണ്? വിനയത്തോടു കൂടിയേ പറയാൻ പറ്റും. യുവമാര് തമ്മിൽ ഭയങ്കര ഈഗോ ക്ലാഷാണ്. ഡയറക്ടറും ഈ പറഞ്ഞ നടന്മാരും തമ്മിൽ ഭയങ്കര ഈഗോ ക്ലാഷാണ്. അപ്പൊ ഇവൻ പറയണതിനെ അവിടെ പോയി പറയുകയും വേണം, കാര്യം നടക്കുകയും വേണം. എന്നാൽ അവന്റെ ഈഗോ ഹർട്ട് ചെയ്യാനും പാടില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് ഓടുന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാരുണ്ടല്ലോ, അവർ ഒരുപാട് സഫർ ചെയ്യുന്നു. അവിടെയും ഇങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ നിൽക്കും. കേട്ടോ? അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആർക്കുണ്ടായത്? സഞ്ജയൻ ഉണ്ടായിരിക്കുന്നത്. സഞ്ജയന് ധൃതരാഷ്ട്രനോട് തുറന്നു പറയണം, അർഹത ആർക്കേ ഉള്ളൂ യുദ്ധത്തില്? ധൃതരാഷ്ട്രനാണ് എന്ന ഓപ്പൺ പറയാനും പറ്റും. അതുകൊണ്ട് അവിടെ എന്ത് നടന്നു എന്ന് ചോദിച്ചപ്പോ നൈസ കുന്തിപുത്രനായ യുധിഷ്ഠിര മഹാരാജാവ് എന്ന് പറയുന്നതിന്റെ കൂടെ രാജാവായ കുന്തിപുത്രനായ യുധിഷ്ഠിര മഹാരാജ എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? ബുദ്ധി ഉണ്ടെങ്കിൽ ആരും മനസ്സിലാക്കിക്കൊള്ളുക, അർഹത യുധിഷ്ഠിരന് തന്നെയാണ് എന്ന് ഇവിടെ ഡയറക്ടർ പറഞ്ഞു. കേട്ടോ? അതാണ്. ഓക്കെ. അപ്പോ അദ്ദേഹം ഊതിയ ശംഖിന്റെ പേരെന്താ? അനന്ത വിജയം. സംശയം ഉണ്ടോ ആ വാക്കിനർത്ഥം? എന്നും വിജയം മാത്രമേ ധർമ്മം ചെയ്യുന്ന ആളിനുള്ളൂ. യുധിഷ്ഠിര മഹാരാജാവിന് വിജയം സുനിശ്ചിതമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരു ധർമ്മിഷ്ഠനാണ്. ധർമ്മം ചെയ്താൽ ഒരിക്കലും ദുഷ്ടമായ ഒരു ദോഷവും അയാൾക്ക് വന്നു ചേരും. അതുകൊണ്ട് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവിനെ ഉറപ്പായിട്ട് എന്തുണ്ടാവുള്ളൂ? വിജയമുണ്ടോ? ഇപ്പൊ നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കും, എന്നെ അനുഗ്രഹിക്കുന്നു പറയാൻ നമ്മൾ എന്ത് ചെയ്യും? വിജയീ ഭവ എന്ന് അനുഗ്രഹിക്കും. എന്നാൽ സ്വന്തം കൗരവന്മാരുടെ അമ്മ അവര് വന്ന് യുദ്ധത്തിന് പോകാൻ വേണ്ടി നമസ്കരിച്ചപ്പോ ഗാന്ധാരി എന്ത് പറയുന്നറിയോ? അതാണ് നമ്മൾ മനസ്സിലാക്കി. യഥാ ധർമ്മ തഥാ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. കേട്ടോ? കണ്ടാ? എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാവട്ടെ. അപ്പൊ അത് ആർക്ക് പോയി അനുഗ്രഹം? ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരമഹാരാജന് പോയി കഴിഞ്ഞു. കാരണം ഈ ലോകത്തില് അധർമ്മം ചെയ്ത് ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. മനസ്സിലായി? അതിന് എത്ര തന്നെ തലകുത്തിയാലും ആത്യന്തിക ജയം, അവസാന ജയം ആർക്കേ കാണത്തുള്ളൂ? ധർമ്മത്തിനെ കാണത്തുള്ളൂ. അത് ഭഗവാന്റെ ഒരു നിയമമാണ്. അത് ആർക്കും അറിയാം. ധൃതരാഷ്ട്രം അറിയാം, ഗാന്ധാരിക്കും അറിയാം, ഈവൻ ആർക്കും കൂടെ അറിയാം, സഞ്ജയനറിയാം, ഈ പറഞ്ഞ ഭീഷ്മനും അറിയാം, ദുര്യോധനനും അറിയാം. എന്നാലും എന്തുകൊണ്ടാണ് അന്യായത്തിന്റെ കൂടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് പറയും? അതാണത്. അത് എന്തെന്ന് വെച്ചാല് നമ്മളുടെ ശരീരത്തിനകത്തുള്ള മനസ്സിനെ ചുറ്റിയുള്ള കാമമാണ് നമ്മൾ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. എന്താ? ആഗ്രഹം. ആഗ്രഹങ്ങൾ നമുക്ക് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി നമ്മൾ ഒരു കള്ളൻ ഒരു ജീവപര്യന്തം കള്ളൻ തറവ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കും. എന്തോ ഒരു തെറ്റ് ചെയ്തപ്പോ പോയി അതേ തെറ്റ് വന്നിട്ട് വീണ്ടും ആവർത്തിച്ചളയും. എന്താണ് കാരണം? അവൻ അറിഞ്ഞൂടെ ഇതേ തെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ജയിലിൽ പോയത്
എന്നിട്ട് വീണ്ടും എന്താണ് ആഗ്രഹിക്കുന്നത്? അതാണ് ആ ടെൻഡൻസി. എന്താ ടെൻഡൻസി? നമുക്ക് അറിയാമായിരുന്നിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യും? അതേ തെറ്റ് ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ജന്മങ്ങൾ നമ്മൾ അതേ തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കും. ഇതാണ് കാരണം. ഇപ്പൊ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും കുറെ നേരം കൂടെ എന്ത് കറങ്ങും? ഫാന് കറങ്ങും. മനസ്സിലായോ? എന്നതുപോലെ നമ്മുടെ ലൈഫിൽ തെറ്റ് ശരി എന്ന് ഇപ്പൊ ഭാഗവതം ഭൗതികത പഠിച്ചപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായത്. മനസ്സിലായോ? ആ അപ്പോ മനസ്സിലായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഉടനെ എന്ത് ചെയ്തു? ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓഫ് ചെയ്തു. പക്ഷെ എന്നാൽ ആ ടെൻഡൻസി ഉണ്ടല്ലോ, അത് കുറച്ച് ദിവസം കൂടി നമുക്ക് അതേ തെറ്റ് ആവർത്തിക്കും. പക്ഷെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ? ഇപ്പോഴെങ്കിലും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു 5-10 ജന്മം കഴിഞ്ഞെങ്കിലും ഇതങ്ങ് കെട്ടടങ്ങിപ്പോകും. മനസ്സിലായി? അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്, എന്തെങ്കിലും ഒരു തെറ്റ് ഒരു ഭക്തന്മാർ ചെയ്തെങ്കിൽ കൂടിയും അതിനെ വലിയ തെറ്റായിട്ട് കാണരുത്. കാരണം അവര് വീണ്ടും അവർ ശരിയായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ പൂർവ്വജന്മ കർമ്മവാസന അനുസരിച്ച് 1-2 തെറ്റും കൂടെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് അവർ മറ്റുള്ളവരെ പോലെ അത്രത്തോളം ദുഷ്ടരല്ല എന്ന് തന്നെ ഭഗവത്ഗീത പറഞ്ഞു. മനസ്സിലായോ? അതാ എന്ന് പറഞ്ഞതൊരു ലൈസൻസ് അല്ല തെറ്റുകൾ ചെയ്യാം. ഓക്കെ, ശരി. ഇനി അടുത്തത് അടുത്തത് വില്ലാള്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് അനന്തവിജയം എന്ന ശംഖു ഊതി. കൂടെ ആരൊക്കെ ഊതി? നകുല സഹോദരന്മാർ സുഘോഷോ മണിപുഷ്പങ്ങളും വില്ലാള് വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവി പിണയാത്ത സാത്യകി ദ്രുപദൻ ദ്രൗപദി പുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാഥം എഴുതി. ഇവരെല്ലാം ആരുടെ ഭാഗത്താണ്? പാണ്ഡവരുടെ ഭാഗം. ഇതാണ് ക്വസ്റ്റ്യൻ. മേഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ധർമ്മം, ഇവരെല്ലാം ഏത് ഭാഗത്ത് ചേർന്നിരിക്കുന്നു? പാണ്ഡവർ. എന്താണ് കാരണം? അവർ പറയുന്നത് ആരുടെ ഭാഗത്താണ് ധർമ്മം എന്ന്? പാണ്ഡവർ, അല്ലെ? ചില ആൾക്കാർ ആരുടെ ഭാഗത്ത് ചേർന്നു? കൗരവ ഭാഗത്ത് ചേർന്നവരും ഉണ്ട്. ഇതാണ് ചോദ്യം. നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കാം? നമ്മുടെ ലൈഫിൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരും. ഇപ്പൊ മഹാഭാരത യുദ്ധം വന്നപ്പോൾ പലരും പലരുടെയും ടീമിൽ പോയി ചേരേണ്ടി വന്നു. എന്നതുപോലെ നമ്മുടെ വീട്ടിൽ ചില സമയത്ത് അടിപിടിയൊക്കെ കുടുംബത്തിനകത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കും? ചില സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് നിൽക്കാം. ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കേണ്ടി വരും. പല സിറ്റുവേഷൻ ആരുടെ ഭാഗത്ത് നിൽക്കും? ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും ധർമ്മം അനുസരിച്ച് നിൽക്കണം എന്നായിരിക്കും നമ്മൾ ആൻസർ. ചില സമയത്ത് ധർമ്മം ഏത് ഭാഗത്തുനിന്ന് പോലും അറിയാൻ പറ്റാതെ. ഉദാഹരണത്തിന്, അമ്മ പറയുന്നത് മകൻ അനുസരിക്കണമോ? അനുസരിക്കും. എന്നാൽ ചില സമയത്ത് അമ്മ പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ വന്നേക്കാം. ഉദാഹരണത്തിന് ഭരതൻ ആരാണ്? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മകൻ, അല്ല സോറി, അനുജൻ ഭരതന്റെ അമ്മ എന്ത് പറഞ്ഞു? കൈകേയി, രാജ്യം ഭരിക്കേണ്ടത് നീയാണ്, 14 വർഷം കാട്ടിൽ പോവേണ്ടത് രാമനാണ്. അപ്പൊ ആരെ ഉപേക്ഷിച്ചു? രാമനെ കൈകേയിക്ക് ഉപേക്ഷിച്ചു. ഭരതനോട് അമ്മ പറയാണ്, മകന് നീയാണ് രാജ്യം ഭരിക്കേണ്ടത്. അപ്പൊ ഭരതൻ എന്ത് തീരുമാനം എടുക്കണം? അമ്മ പറയും പോലെയാണോ അനുസരിക്കേണ്ടത്? കേട്ടാ, ഇതാണ് ധർമ്മം അനുസരിച്ച് മകൻ ആരെ അനുസരിക്കണം? അതാണ് പുത്രധർമ്മം. എന്നാൽ പുത്രധർമ്മത്തിന് ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? അത് ധർമ്മത്തിനെ പോലും ഉപേക്ഷിക്കേണ്ടി വരും. എന്തിനു വേണ്ടി? അതാണ് ചോദ്യം. അത് മനസ്സിലാവും. ധർമ്മം പോലും ഭഗവാൻ ഉപേക്ഷിക്കാൻ തന്നെയാണ് പറയുന്നത്. എന്തിനു വേണ്ടി? കൃഷ്ണന് വേണ്ടി. ഇവിടെ അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അമ്മയെ അനുസരിക്കുക എന്നുള്ളത്. അമ്മ വിഷ്ണുവിനെ അനുസരിച്ചാൽ മാത്രമേ അമ്മയെ നമ്മൾ അനുസരിക്കേണ്ട കാര്യം. എന്നാൽ ഇവിടെ അമ്മ വിഷ്ണുവിനെ ഉപേക്ഷിച്ചിരിക്കുക. ആരാണ്? ശ്രീരാമചന്ദ്രനെ കൈകേയിക്ക് ഉപേക്ഷിച്ചിരിക്കുക. അങ്ങനെ രാമനെ ഉപേക്ഷിച്ച അമ്മയെ ആര് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല? ഭരതൻ ഫോളോ ചെയ്യേണ്ട കാര്യം. കണ്ട, മനസ്സിലായോ? അപ്പൊ വിഷ്ണുവിനെ തള്ളി പറഞ്ഞ അമ്മയെ ആരനുസരിക്കേണ്ടതില്ല? മകൻ അനുസരിക്കേണ്ടതില്ല. അപ്പോ എന്താവാം? പുത്രധർമ്മം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? ആരെ ശരണം പ്രാപിക്കണം? സർവധർമാൻ പരിത്യജ. ധർമ്മം പരിത്യജിക്കാം. എന്നിട്ട് വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. മാം വേഗം ശരണം വ്രജ. പുത്രധർമ്മം ഉപേക്ഷിച്ചിട്ട് വീണ്ടും നേരത്തെ ഉള്ള ടീം ഞാൻ ആർക്കും ഉപദ്രവമില്ലാതെ മിണ്ടാതിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മിണ്ടാതിരിക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം ശരണം പ്രാപിക്കണം. ആരെ?
വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. സർവധർമാൻ പരിത്യജ. എനിക്ക് എന്നിലേക്ക് വരാൻ നിനക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിന്റെ ധർമ്മം സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നീ ധർമ്മം ഫോളോ ചെയ്തോ. എന്നാൽ എന്നിലേക്ക് വരാൻ നീ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ് തടസ്സമായി നിൽക്കുന്നെങ്കിൽ ആ ധർമ്മം തന്നെ ഉപേക്ഷിച്ചിട്ട് നീ എന്നിലേക്ക് വരൂ എന്നാണ് സർവധർമാൻ പരിത്യജ എന്നുള്ള വാക്കിൽ ഭഗവാൻ പറയും. നമ്മൾ വിചാരിച്ചത് സർവ്വ അധർമ്മ പരിത്യജ മാമേകം ശരണമരജ എന്നായിരിക്കും ഭഗവാൻ പറഞ്ഞെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. നോക്കിയപ്പോ അധർമ്മ പരിത്യജ എന്നല്ല ധർമ്മ പരിചയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ തത്വം മനസ്സിലായത്. നമ്മൾ ഭഗവാനിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നാൽ ആ യാത്രയിൽ നമ്മുടെ മറ്റേത് ധർമ്മവും, പുത്രധർമ്മം, മിത്രധർമ്മം, സുഹൃത് ധർമ്മം, രാജധർമ്മം, പ്രജാധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യധർമ്മം ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ധർമ്മം തന്നെ വിഷ്ണുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തടസ്സമായി വരുമെങ്കിൽ ആ ധർമ്മത്തിനെ ഉപേക്ഷിച്ചോളൂ. അതിന് ഇവിടെ അമ്മയെ ഉപേക്ഷിച്ച കഥയാണ്. ധർമ്മം കൊണ്ട് അമ്മ വിഷ്ണുവിൽ നിന്നും ഭരതനെ അകറ്റാൻ ശ്രമിച്ചപ്പോ അമ്മയിൽ നിന്നും അകന്ന് വിഷ്ണുവിലേക്ക് ആരെത്തിച്ചേർന്നു? ഭരതൻ എത്തിച്ചേർന്നു. ഓക്കെ, ഒന്ന് അമ്മയെ ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ. വിഷ്ണുവിലേക്കുള്ള യാത്രയിൽ അമ്മ തടസ്സമാണെങ്കിൽ അമ്മയെ ഉപേക്ഷിക്കാം, അമ്മയുടെ വാക്ക് ഉപേക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് കേട്ടോ, ബലി മഹാരാജാവ് ആരെ ഉപേക്ഷിച്ചു? ഗുരുവിന്റെ ആജ്ഞ ഉപേക്ഷിച്ചു. ആണല്ലേ? ശുക്രാചാര്യര് പറഞ്ഞു വന്നിരിക്കുന്ന ആൾ ആരെന്നറിയാമോ? വേഷം നോക്കണ്ട, പാവപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നിരിക്കുന്ന ആള് വിഷ്ണുവാണ്. ഒരൊറ്റ സാധനം കൊടുത്തു കളയല്ലേ. ചോദിക്കും, എന്തെങ്കിലുമൊക്കെ സൂത്രത്തിൽ ചോദിക്കും, മേടിക്കും, ഒരൊറ്റ സാധനം കൊടുത്തു കളയരുതെന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം ചിന്തിച്ചു, സർവ്വയജ്ഞങ്ങളുടെയും അധികാരി ആരാണ്? സർവ്വയജ്ഞങ്ങളുടെയും അധിപതി ആരാണ്? വിഷ്ണുവാണ്. സർവ്വയജ്ഞങ്ങളുടെയും സന്തോഷിപ്പിക്കേണ്ടത് ആരെയാണ്? വിഷ്ണുവിനെയാണ്. അതേ വിഷ്ണു വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കണ്ടെന്ന് എങ്ങനെ പറയും? കൊടുക്കാനല്ലേ പറയണം. എന്നാൽ ഗുരു ഇപ്പോ വൈദിക വിധിക്ക് എതിരായി സംസാരിക്കുന്നു. അപ്പൊ വൈദിക വിധിക്ക് എതിരായി നിൽക്കുന്ന ഒരു ഗുരു വിഷ്ണുവിൽ നിന്നും എന്നെ അകറ്റാൻ ശ്രമിച്ചാൽ ആരെയാണ് ഉപേക്ഷിക്കേണ്ടത്? വിഷ്ണുവിനെയാണോ ഗുരുവിനെയാണോ? അപ്പോ ഗുരുധർമ്മം ശിഷ്യധർമ്മത്തിനെയാണ് ആര് ഉപേക്ഷിച്ചിരിക്കുന്നത്? വിഷ്ണുവിലേക്ക് എത്താൻ വേണ്ടി തടസ്സമായി നിന്ന ശിഷ്യധർമ്മം മഹാബലി ഉപേക്ഷിച്ചിരിക്കുന്നു. ലക്ഷ്യത്തിലേക്ക് എത്താൻ മാർഗം തടസ്സമാണെങ്കിൽ നമ്മൾ മാറ്റേണ്ടത് ലക്ഷ്യത്തിനെയാണോ മാർഗത്തിനെയാണോ? മാർഗത്തിനെയാണ്. ലക്ഷ്യത്തിനെ ഒരിക്കലും മാറ്റരുത് എന്നതാണ് ഇവരിവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഭഗവാന്റെ വിഷ്ണുവിലേക്ക് എത്തുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം. അതിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അധർമ്മം ചെയ്താൽ ഒരിക്കലും വിഷ്ണുവിലേക്ക് എത്തൂല. ധർമ്മം ചെയ്താൽ മാത്രമേ എത്തത്തുള്ളൂ. എന്നാൽ ആ ധർമ്മം പോലും ചിലപ്പോൾ കലിയുഗത്തിൽ വേഷം മാറി വിഷ്ണുവിനെ അകറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ധർമ്മം ഉപേക്ഷിച്ചിട്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു ചേരണം, വിഷ്ണുവിൽ എത്തിച്ചേരണം എന്നുള്ള നല്ല ഒരു കഥകളിലൂടെയാണ് ഭാഗവതം നമുക്ക് എന്ത് മനസ്സിലാക്കി തരുന്നത്? തത്വജ്ഞാനം മനസ്സിലാക്കി തരുന്നു. ഇനി അടുത്തത് ആരുണ്ട്? യുയുത്സു അറിയാമോ? യുയുത്സു ആരാണ്? യുയുത്സു എന്ന് പറയുന്നത് കൗരവന്മാരില് ഗാന്ധാരിയുടെ മക്കളാണല്ലോ ഇവരെല്ലാം. എന്നാൽ ഗാന്ധാരിയുടെ ഒരു തോഴി വഴി ധൃതരാഷ്ട്രനുണ്ടായ മകനാണ് യുയുത്സു. ഫലത്തിൽ കൗരവന്മാരുടെ സഹോദരനാണ്. അവസാന നിമിഷം യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരി മാറാം, ആർക്കെങ്കിലും എന്റെ ഭാഗമാണ് ശരിയെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരികയും ദുര്യോധന ഭാഗമാണ് ശരിയെന്നുണ്ടെങ്കിൽ അവിടെയും പോകാമെന്ന് പറഞ്ഞപ്പോൾ അവസാന നിമിഷം യുയുത്സു ആരുടെ ഭാഗത്തൊന്ന് ചേർന്നു? അപ്പൊ അവിടെ അദ്ദേഹം പരിത്യജിച്ചത് വിഷ്ണു ഉള്ള ഭാഗമാണ് വിജയിക്കാൻ പോകുന്നത്. വിഷ്ണു ഉള്ള ഭാഗമാണ് ശരി. ആ ഭാഗം ആരുടെ ഭാഗമാണ്? പാണ്ഡവരുടെ ഭാഗമാണ്. അപ്പോ അദ്ദേഹം ഇത്രയും ദിവസം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഏത് ധർമ്മം അദ്ദേഹം ഉപേക്ഷിച്ചു? സഹോദര ധർമ്മം അവിടെ ഉപേക്ഷിച്ചു. യുയുത്സു സഹോദര ധർമ്മം ഉപേക്ഷിച്ച് ആരുടെ അടുത്തെത്തി? പാണ്ഡവ പക്ഷത്തെത്തി. എന്നാൽ സഹോദര ഭാഗം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് കൂടി പാണ്ഡവ പക്ഷത്ത് കണ്ടിന്യൂ ചെയ്ത മറ്റൊരു കൗരവ സഹോദരനുണ്ട്. ആരാണ്? പാഞ്ചാലിയുടെ ആ വസ്ത്രാക്ഷേപ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്ന് പറഞ്ഞ ഒരു വ്യക്തി ആരാണ്? ദുശാസൻ അല്ല. അല്ല, നിങ്ങൾക്കറിയാം. അയ്യോ, കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പഠിച്ച അദ്ദേഹത്തിന്റെ പേര് എന്താണ്?
വികർണൻ 8ാമത്തെ ശ്ലോകം വായിക്കുക. ഭഗവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സമിതീഞ്ചയ അശ്വതാമ വികർണച്ച സോമദത്ത എന്ന് പറഞ്ഞു. അതിനകത്ത് എഴുതിയിട്ടുണ്ട് വികർണൻ ദുര്യോധനന്റെ സഹോദരനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സഹോദരൻ മാത്രമാണ് ദ്രൗപദിയുടെ വസ്ത്രാശയ സമയത്ത് എഴുതിയിരുന്ന് പറഞ്ഞത് നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം എന്തൊക്കെ പറഞ്ഞാൽ അവസാന നിമിഷം ആരുടെ ഭാഗത്ത് നിന്നാണ് യുദ്ധം ചെയ്തത്? അദ്ദേഹം ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് ഏത് ധർമ്മം അദ്ദേഹത്തിന് സമ്മതിച്ചില്ല? സഹോദര ധർമ്മം അനുവദിച്ചില്ല. അപ്പൊ ആ സഹോദര ധർമ്മം ഉപേക്ഷിക്കാനാണ് പറയുന്നത്, കൃഷ്ണൻ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ആരുടെ ഭാഗത്ത് വരാൻ? കൃഷ്ണനിലേക്കുള്ള യാത്രയിൽ സഹോദര ധർമ്മം തടസ്സമാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്നാൽ വികർണൻ അത് കേട്ടില്ല, യൂത്സ് അത് കേട്ട് പുറത്തു വന്നു. മനസ്സിലായോ? ഇനി അടുത്തത് സുഹൃത് ധർമ്മം കൊണ്ട് വിഷ്ണുവിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആരാണ്? കർണൻ. കർണന്റെ നേരിട്ട് കൃഷ്ണൻ ഉപദേശിച്ചു, എടാ മടയാ, നീ നിൽക്കുന്ന ഭാഗം തെറ്റ്, ശരിയായ ഭാഗം ആരുടെ ഭാഗമാണ്? പാണ്ഡവരുടെ ഭാഗമാണ്. അപ്പൊ നീ ആരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യണം? പാണ്ഡവരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യണം എന്ന് ആര് ഉപദേശിച്ചു? വാ തുറന്ന് കൃഷ്ണൻ നേരിട്ട് ഉപദേശിച്ചു. എന്നിട്ട് കൂടി ആ മടയൻ തിരിച്ചു പറഞ്ഞത്, കർണൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാല്, ഞാൻ ഏത് ധർമ്മം പാലിക്കുന്നുണ്ട്? ഞാൻ സുഹൃത് ധർമ്മം പാലിക്കുന്നു. എന്റെ ഇല്ലായ്മയിൽ എന്നെ സഹായിച്ച ഒരു വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ടിന് ഞാനും തിരിച്ച് സഹായിക്കുക എന്നുള്ളത് ഏത് ധർമ്മമാണ്? സുഹൃത് ധർമ്മമാണ്. എന്നാൽ ഈ സുഹൃത് ധർമ്മം കൊണ്ട് എന്ത് നേടി കർണൻ? ഒന്നും നേടി. അപ്പൊ ഭഗവാൻ പറയുന്നത് ഈ ധർമ്മങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഒരു വഴി മാത്രമാണ്, അതല്ല ലക്ഷ്യം. ധർമ്മം എന്ന് പറയുന്നത് ഒരു മാർഗം മാത്രമാണ്. ഏതിലേക്ക് എത്താൻ? ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം. എന്നാൽ ആ മാർഗം തന്നെ ഓപ്പോസിറ്റ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് ശരിയായ റൂട്ടിലേക്ക് നമ്മൾ ഓടിയെത്തേണ്ടതാണ്. ധർമ്മം ആണെങ്കിൽ കൂടിയും അതിനെ ഉപേക്ഷിക്കണം എന്നാണ് കർണന്റെ ലീലയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും. ഒരു ധർമ്മവും എന്തിനേക്കാളും മുകളിലല്ല, ഭഗവാന്റെ ധർമ്മത്തിനേക്കാളും ഭഗവാനിലേക്ക് എത്തേണ്ട ആക്ടിവിറ്റിയെക്കാളും വലുതല്ല. ധർമ്മത്വ സാക്ഷാത് ഭഗവത് പ്രണീനം. ഈ ധർമ്മങ്ങളെല്ലാം കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ആ ധർമ്മം ചെയ്യുമ്പോൾ ഭഗവാൻ പ്രീതിപ്പെടൂല എങ്കിൽ ആ ധർമ്മം ഉപേക്ഷിച്ചോളുക, ഒരിക്കലും ഭഗവാനെ ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ശരി, ഇനി അടുത്തതോ? അപ്പൊ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിച്ചു? ഗുരുധർമ്മം തടസ്സമാണെങ്കിൽ മഹാബലി ചെയ്തതുപോലെ ചെയ്യണം. മകളുടെ പുത്രധർമ്മം തടസ്സമാണെങ്കിൽ ഭരതൻ ശ്രീരാമചന്ദ്രന്റെ അനിയൻ ഭരതൻ ചെയ്തതുപോലെ ചെയ്യണം. സഹോദര ധർമ്മം തടസ്സമാണെങ്കിൽ യുയുത്സു ചെയ്തതുപോലെ ചെയ്യണം, വികർണൻ ചെയ്തതുപോലെ ചെയ്യരുത്. സുഹൃത് ധർമ്മം തടസ്സമാണെങ്കിൽ കർണൻ ചെയ്തതുപോലെ ചെയ്യരുത്. ഇനി അതേപോലെ ഗോപികമാ വസ്ത്രധർമ്മം എന്നുള്ളത് എന്താണ്? വസ്ത്രധർമ്മം എന്നുള്ളത് നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ ഈ വസ്ത്രധർമ്മം തന്നെ കൃഷ്ണനിലേക്കുള്ള യാത്രയിൽ തടസ്സമാണെങ്കിലോ ഗോപികമാർ ചെയ്തതുപോലെ ആ ധർമ്മം ഉപേക്ഷിച്ചെങ്കിലും കൃഷ്ണനിൽ എത്തിച്ചേരുക തന്നെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഗോപികമാർ ഒരിക്കലും ഉപേക്ഷിച്ചില്ല, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചില്ല. പക്ഷെ സൈമൾട്ടേനിയസ്ലി ഭഗവാനിലേക്കുള്ള അവരുടെ ആ ഒരു ആർത്തിയോടുള്ള ഒരു ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം അവർ എപ്പോഴും നിലനിർത്തി പോകും. ഒരിക്കലും അവർക്ക് ഭർത്തൃധർമ്മം ഭഗവാനിലേക്കുള്ള യാത്രയിൽ തടസ്സമായി. ഇങ്ങനെയാണ് നമ്മൾ ധർമ്മങ്ങൾ നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കിയാൽ അതിനെ തിരിച്ചറിയേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം ഭഗവാനിൽ എത്തിച്ചേരില്ല. ധർമ്മം എന്നുള്ളത് അതിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്. എന്നാൽ മാർഗത്തിന്റെ പുറകെ പോയി ലക്ഷ്യം നമ്മൾ മറന്നുപോയി. ക്ലിയർ ആയ ധർമ്മത്തിനെ കുറിച്ച്. അടുത്തത്, ഇവിടെ കുറെ ആൾക്കാര് വില്ലാൾ വീരണം ഇങ്ങനെ കുറെ ആൾക്കാർക്ക് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്, കുറെ ഭാഗത്ത് ആ ഭാഗത്ത്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഉടനെ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ഈ നിൽക്കുന്ന ഈ ലെവലിൽ നിന്നാൽ ഞാൻ ഭഗവാനിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുമോ, കൂടുതൽ അകന്നു പോകുമോ എന്നൊരു ക്രോസ് ചെക്ക് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് നമ്മുടെ ഭാഗം കറക്റ്റാണോ, നമ്മൾ നിൽക്കുന്ന കൂട്ടം കറക്റ്റാണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളോട് തന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ വന്നതിന് ശേഷം ഭഗവാനിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ടോ, നല്ല രീതിയിൽ നാമം ജപിക്കാൻ പറ്റുന്നുണ്ടോ, നല്ല രീതിയിൽ സത്സംഗതി പങ്കെടുക്കാൻ പറ്റുന്നുണ്ടോ, ഭഗവാൻ നിവേദിച്ച പ്രസാദം കഴിക്കാൻ പറ്റുന്നുണ്ടോ, എന്റെ 24 മണിക്കൂറിൽ കൂടുതൽ സമയം ഭക്തിയുദ്ധ ഭഗവത്സേനയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ, എങ്കിൽ ഞാൻ നിൽക്കുന്ന കൂട്ടം കറക്റ്റാണ്. എന്നാൽ ഇതിനൊന്നും പറ്റാത്ത രീതിയിലാണ് എന്റെ ജോലി എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ഇതൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു ജോലിയാണ് എങ്കിൽ നമ്മൾ എന്ത് മാറ്റാൻ സമയമായി? ആ ജോലി തന്നെ മാറ്റാൻ സമയം. മനസ്സിലായോ? അപ്പോ നമ്മുടെ ചെരുപ്പ്
നമ്മുടെ കാലിനനുസരിച്ച് വാങ്ങിച്ചിടണം. ചെരുപ്പ് വാങ്ങിച്ചതിന് ശേഷം കാല് വെട്ടി ചെരുപ്പിനനുസരിച്ച് കാല് വെട്ടിയെടുക്കാൻ പാടുണ്ടോ? കാലനുസരിച്ച് ചെരുപ്പ് വെട്ടാം. ചെരുപ്പ് അനുസരിച്ച് കാല് വെട്ടാൻ പാടുണ്ടോ? നല്ല അഴകുള്ള ചെരുപ്പ് ഇടാൻ എന്റെ കാല് സൂട്ടാവുന്നില്ല, അപ്പൊ ചെരുപ്പിനനുസരിച്ച് കാലിന്റെ അഗ്രം ഒന്ന് വെട്ടി. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ചെയ്യും. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ധർമ്മങ്ങളും, നമ്മുടെ പ്രവർത്തനങ്ങളും, നമ്മുടെ ഡ്യൂട്ടീസും, നമ്മുടെ തിരക്കും, നമ്മുടെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സും, നമ്മുടെ ഷെഡ്യൂളും, നമ്മുടെ പ്ലാനിങ്ങും എല്ലാം നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഭഗവാനിലേക്കുള്ള യാത്രയിൽ ഇവയെല്ലാം സൂട്ടാവുന്ന വിധത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇല്ല എങ്കിൽ ഒരു റീഷെഡ്യൂൾ നമ്മൾ ചെയ്യേണ്ടി. ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ എന്ത് കാണിക്കും? പ്ലീസ് അപ്ഡേറ്റ്, പ്ലീസ് റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്, അല്ലെ? അത് മൊബൈലിൽ മാത്രമല്ല, നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട രീതി ഇതാണ്. നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഭഗവാനിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന രീതിയിലാണോ നമ്മൾ നമ്മുടെ ലൈഫ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അല്ലയോ എന്ന് നമ്മൾ തന്നെ ക്രോസ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കീ ജയ്. ശ്രീല പ്രഭുപാദ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി പഠിക്കാൻ പറ്റും. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ദിവസം അവസാനിപ്പിക്കാം. നമ്മുടെ ഈ ക്ലാസ്സിൽ റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ അവരുടെ ഫോൺ നമ്പർ നമ്മുടെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇടേണ്ടതാണ്. നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് അഭയചരണം TV എന്നുള്ളൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡഡ് ആണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അയച്ചിരുന്ന ലിങ്കിൽ അതിന്റെ താഴെയായിട്ട് യൂട്യൂബ് ചാനലിന്റെ ലിങ്കുമുണ്ട്. നിങ്ങൾ അതിനകത്ത് കയറുകയാണെങ്കിൽ ഒരുപാട് ഡ്യൂട്ടിമാരുടെ വളരെ മനോഹരമായ ക്ലാസ്സുകൾ, ഭഗവത്ഗീത ഭാഗവതം ക്ലാസ്സുകൾ ആ യൂട്യൂബ് ചാനൽ, അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണം നിങ്ങളുടെ സമയം അനുസരിച്ച് കേൾക്കാനുള്ള അവസരമുണ്ട്. ദയവായി അതിന്റെ ലിങ്കിലേക്ക് കയറി ആ ക്ലാസ്സുകളെല്ലാം കേൾക്കാൻ ദയവായി ഓരോ ഭക്തന്മാർ ശ്രമിക്കുക. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എല്ലാ പ്രാവശ്യവും എല്ലാ കാലവും നമുക്ക് സത്സംഗത്തിൽ ഏർപ്പെടാൻ ഭഗവാൻ അവസരം തരട്ടെ. ഹരേ കൃഷ്ണ. പ്രണാം.